എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ക്രീമി ആയിട്ടുള്ളൊരു കുറുമ ഉണ്ടാക്കിയാലോ? ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റിംഗ് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മിൽക്ക് ബേസ്ഡ് ക്രീംസ് ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല വീഡിയോൻ്റെ അവസാനത്തിൽ ചപ്പാത്തി സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ടിപ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. ഒരു പാൻ എടുത്ത് ബർണറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഒന്നൊന്നായി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്, 1/4 കപ്പ് ഗ്രീൻ പീസ്. ഇത്ര ഇട്ടിട്ട് അതിലോട്ട് 250 ml വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരല്ലി ഗാർലിക് വെളുത്തുള്ളി, പകുതി ഒനിയൻ സവോള അരിഞ്ഞത്, ഇത്രയും ചേർത്ത് അതിലോട്ട് കുറച്ച് മസാല പൊടികളൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് 10 മിനിറ്റോളം ലിഡ് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം വെന്ത് വരുന്നതിനിടയ്ക്ക് നമുക്ക് നാളികേരം ഗ്രൈൻഡ് ചെയ്ത് കോക്കനട്ട് ക്രീം തയ്യാറാക്കണം ഇതിൽ ചേർക്കാനായി. വെജിറ്റബിൾ എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു പച്ചമുളക്, 1 കപ്പ് നാളികേരം, റോ ഗരം മസാല, ആ ഒരു ഫ്രഷ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. ഒരു 6 കാഷ്യൂനട്ട്, നനച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, ഇത്രയും ചേർത്ത് വെള്ളമില്ലാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഒന്നരച്ചതിന് ശേഷം അതിലൊരു 50 ml വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക. അത് നല്ലപോലെ അരച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലുള്ള ഈ പീര, നാളികേരത്തിൻ്റെ പീര ഒന്ന് പകുതിയോളം മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന റെസിഡ്യൂ ഉണ്ടല്ലോ, അതിനാണ് പീര എന്ന് പറയുന്നത്. ഈ പീര മാറ്റി വയ്ക്കാം, ഒരു പകുതിയോളം മാറ്റി വയ്ക്കാം. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ കോക്കനട്ട് ക്രീമാണ് നമ്മൾ കുറുമയിൽ ചേർക്കാൻ പോകുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്പാറ്റിലുണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ അറിയാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, കോക്കനട്ട് ക്രീം, അതായത് അരച്ച് പീരയെല്ലാം മാറ്റി എടുത്തു വച്ചിരിക്കുന്ന കോക്കനട്ട് ക്രീം ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈവനായിട്ട് നല്ലപോലെ അത് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ബോയിൽ വരട്ടെ, അതുവരെ നമ്മൾ ഇളക്കിയിട്ട് ഒരു ബോയിൽ വന്നാൽ ബേണർ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ കുറുമ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കുറുമ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില, അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തേക്കാം. കൂടെ സർവ്വസുഗന്ധിയുടെ ഒരു ഇല കൂടെ ഇടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ കോമ്പൗണ്ടിലുള്ള ഒരു മരമാണ് കേട്ടോ, സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇല ഇതേപോലെയുള്ള മസാല കറികൾ, ബിരിയാണി, ഇതിനൊക്കെ വളരെ യുണീക്കായിട്ടുള്ളൊരു ഫ്ലേവർ തരുന്നൊരു ഇലയാണ്. എനിവേ, നമ്മുടെ കുറുമ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ 1.5 കപ്പോളം വെള്ളം ചേർക്കുകയാണ്. തിളച്ച വെള്ളം ചേർക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ട്. അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ തിളച്ച വെള്ളം കൊണ്ട് നമ്മൾ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കുക. ചൂടൊക്കെ ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നീഡ് ചെയ്യാം, കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയാൽ നമുക്ക് ക്ലീൻ ആയിട്ട് അത് നീഡ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ ചപ്പാത്തിയുടെ സൈസ് എന്താണോ ആ സൈസിലോട്ട് ബോൾസ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനിയൊരു തവ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കാം. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോഫ്റ്റ് ചപ്പാത്തിയും ക്രീമി കുറുമയും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ഐക്കോൺ കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.